നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഒരു വിഷുക്കാലം കൂടി വരവായി. ഓണം പോലെ തന്നെ മലയാളികൾ ഒത്തുകൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും വിഷുദിനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ലോകത്തിന് മുഴുവൻ ഉപദ്രവകാരിയായിരുന്ന രാവണൻ, ആ രാവണനെ സൂര്യൻ പോലും ഭയക്കുകയും സൂര്യന്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി ഉദിച്ച് ഉയരാതെ മങ്ങി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രസ്വാമി രാവണനെ നിഗ്രഹിച്ച് സൂര്യൻ വീണ്ടും തന്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി ഉദിച്ചുയർന്ന മംഗളകരമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ് വിഷുദിനം. ലോകം മുഴുവൻ തന്നെ സൂര്യന്റെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒപ്പം ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ഒരു കാലം എന്നുള്ള ഒരു ഓർമ്മയിൽ എല്ലാ ദേവീദേവന്മാരുടെയും പൂജകൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം വളരെയധികം പ്രാധാന്യം കൊടുത്ത് ആചരിച്ചു വരുന്ന ഒരു കാലമാണ് വിഷുക്കാലം. വിഷു മുതൽ 10-ാം ഉദയം വരെയുള്ള ഒരു കാലം മംഗളകരമായ കർമ്മങ്ങൾക്കും പൂജകൾക്കുമെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുത്ത് ആചരിച്ചു വരുന്നു. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആഘോഷമായി കൂടിയാണ് വിഷുവിനെ കണക്കാക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ യജമാനന്മാർ ഭൃത്യജനങ്ങൾക്ക് ഒരു വർഷക്കാലത്തേക്ക് ആവശ്യമായ ധാന്യവും പല വിധത്തിലുള്ള ഉപഹാരങ്ങളും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു വിഷുക്കാലം. ഭക്തജനങ്ങൾ അവരുടെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്ക് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് വിഷുദിനം. ഇങ്ങനെ ഒട്ടനവധി പരസ്പര സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും സമൂഹത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എല്ലാം കൂട്ടായ്മയുടെ ഒരു കാലമാണ് വിഷുക്കാലം. മംഗളകരമായ ഈ വിഷുക്കാലത്ത് നമുക്കും നമ്മുടെ നാടിനുമെല്ലാം ഗുണദോഷ ഫലങ്ങൾ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് ഈ വിഷുഫലത്തിലൂടെ കണക്കാക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായി ഒരു വർഷ ആരംഭം കൂടിയാണ് വിഷു. മേടം 1 മുതലാണ് ജ്യോതിഷപരമായി വർഷം ആരംഭിക്കുന്നത്. ഈ പുതുവർഷ പുലരിയിൽ എല്ലാ ആൾക്കാർക്കും ഒപ്പം നമ്മുടെ നാടിനുമെല്ലാമുള്ള വിഷുഫലത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഭാരതത്തിന് വിഷുഫലം വളരെയധികം നേട്ടങ്ങൾക്ക് ഇടയാക്കും. സാംസ്കാരികപരമായും കലാപരമായും എല്ലാം തന്നെ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾക്ക് ഭാരതത്തെ ഈ വർഷത്തെ വിഷുഫലം പ്രയോജനപ്പെടും. രാഷ്ട്രീയ രംഗത്തെ പല വിധേനയുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും പല വിധേനയുള്ള കലഹങ്ങൾക്കും കലാപങ്ങൾക്കും എല്ലാം സാധ്യതയുണ്ട് ഈ വർഷത്തിൽ. പൊതുവെ തന്നെ വിദ്യാപരമായും സാമ്പത്തികപരമായും ഒട്ടനവധി മുന്നേറ്റങ്ങൾക്ക് ഈ വർഷം പ്രയോജനപ്പെടും. ലോകത്തിന്റെ മുഴുവൻ തന്നെ ശ്രദ്ധ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു വർഷ ആരംഭമായിരിക്കും വിഷുവിന്റെ ആദ്യകാലങ്ങളിൽ സൂചിപ്പിക്കുന്നത്. വർഷാന്ത്യം അത്ര ഗുണകരമല്ല. പ്രകൃതിയിൽ പല വിധേനയുള്ള നമുക്ക് ദുഃഖകരമായ അനുഭവങ്ങൾക്കും ഈ വിഷു വർഷത്തിന്റെ അവസാന കാലങ്ങളിൽ സാധ്യതയുണ്ട്. ഇപ്രകാരം നമ്മുടെ ഭാരതത്തിനെ വിഷു സ്വാധീനം ചെലുത്തുന്നു. ഒപ്പം നമ്മൾ ഓരോ വ്യക്തികൾക്കും വിഷു എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി സൂചിപ്പിക്കുന്നത്. മേടം മുതലുള്ള 12 രാശികളിലായി എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നു. നക്ഷത്രത്തെ കണക്കാക്കി 2.25 നക്ഷത്രം വീതമാണ് ഓരോ രാശിയിലും ഉൾപ്പെടുന്നത്. മേടൻ രാശിയാണ് ആദ്യമായി ഇവിടെ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിക്കാർക്ക് ഈ വർഷം വളരെയധികം ഗുണകരമാണ്. കലാരംഗത്തും സാംസ്കാരിക രംഗത്തും നിയമനീതിന്യായ രംഗത്തും പ്രവർത്തിച്ചു വരുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശോഭിക്കുന്നതിന് ഈ വർഷം പ്രയോജനപ്പെടും. പല വിധേനയുള്ള കേസുകളിൽ നിലവിൽ ഉള്ളവർക്ക് ഈ വക വിഷയങ്ങളിൽ അരിഷ്ടത കൂടി വരുന്നതിനാണ് സാധ്യതയുള്ളത്. ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് ഈ വിഷയത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും വിവാഹ ആലോചനകൾ നിലവിലുള്ളവർക്ക് ഈ വിഷയങ്ങളെല്ലാം കൂടുതൽ പുരോഗതിക്കും ഈ വർഷം പ്രയോജനപ്പെടും. എല്ലാവിധ വിഷയങ്ങളും വർഷാവസാനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദോഷ അനുഭവങ്ങൾ കാണപ്പെടുന്ന സമയത്ത് ദൈവീപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ആ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും ദോഷശക്തി കുറയുന്നതിന് പ്രയോജനപ്പെടും. ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷത്തെ വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. വിദ്യാപരമായ കൂടുതൽ ഉന്നതിക്ക് ഈ വർഷം പ്രയോജനപ്പെടും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതിനും തൊഴിൽ രംഗത്തെ പല വിധേനയുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സുരക്ഷിത മാർഗങ്ങൾക്കും ഈ വർഷം ഗുണകരമാണ്. പല വിധേനയുള്ള രോഗങ്ങളെ കൊണ്ടും ക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് രോഗശാന്തിക്കും ഈ വർഷം ഗുണകരമാണ്. നിയമനീതിന്യായ രംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന പലവിധ നേട്ടങ്ങൾക്കും വർഷ ആരംഭത്തിൽ സാധ്യതയുണ്ട്. വർഷ അന്ത്യം പൊതുവെ തന്നെ കൂടുതൽ അരിഷ്ടതകൾക്കാണ് സാധ്യതയുള്ളത്. ജീവിതത്തിൽ നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വളരെ അധികം ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രം ചെയ്യുക. വളരെ വേണ്ടപ്പെട്ട ബന്ധുജനങ്ങളുമായി കലഹിച്ചു നിൽക്കുന്നവർക്കും ഈ കലഹങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പിലാക്കുന്നതിനും നല്ല രീതിയിലേക്ക് ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ്. ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും.
ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം അത്ര ഗുണകരമല്ല. ഏതൊരു പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിയമനീതിന്യായ രംഗത്തും കലാരംഗത്തും എല്ലാം പ്രവർത്തിച്ചു വരുന്നവർക്ക് വളരെ പല രീതിയിലൂടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് ഈ വിഷയങ്ങളെല്ലാം ഒത്തുതീർപ്പിലാവുന്നതിന് വർഷാന്ത്യം പ്രയോജനപ്പെടും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനത്തിനും ഈ വർഷം പ്രയോജനപ്പെടും. ലോൺ തുടങ്ങിയുള്ള മാർഗങ്ങളിലൂടെ ധനം ലഭിക്കും. കടബാധ്യതകളെ കൊണ്ട് ക്ലേശം അനുഭവിച്ചു വരുന്നവർക്ക് ഈ വക വിഷയങ്ങൾ നല്ല രീതിയിലേക്ക് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനും ഈ വർഷം ഗുണകരമാണ്. രാഷ്ട്രീയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ഈ രംഗത്തെ സജീവമാവുന്നതിന് വർഷാന്ത്യം ഗുണകരമാണ്. വളരെ കാലമായി ചെയ്തു വന്നിരുന്ന രംഗങ്ങളിൽ ഒരു മാറ്റത്തിനും വർഷാന്ത്യത്തിൽ യോഗം കാണുന്നു. ഏതെങ്കിലും മേഖലകളിൽ അസ്വസ്ഥതകൾ കാണപ്പെടുകയാണെങ്കിൽ അതിന്റെ ശമനത്തിന് വേണ്ടി ഗണപതിയെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൂടുതൽ ശ്രേയസ്കരമായിരിക്കും. ലോകമെമ്പാടുമുള്ള മലയാളി